അങ്ങനെയല്ലേ? ദൈവത്തോട് ബന്ധമുള്ള, ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിക്കുന്ന മനുഷ്യരെ, പുരോഹിതന്മാരെ, ശുശ്രൂഷകരെ കാണുമ്പോൾ നിങ്ങളും അവിടെ ചെല്ലണം. നിങ്ങളും ആ സ്ഥലത്ത് ചെല്ലണം. അവിടെ ചെന്ന് പ്രാർത്ഥിക്കണം. അവർ നിങ്ങൾക്ക് വഴികൾ കാണിച്ചു തരും. ഞങ്ങൾ പഠിക്കാൻ പോകണോ, ജോലിക്ക് പോകണോ, സ്ഥലം വിൽക്കണോ വേണ്ടയോ, അതോ കടൽ കടന്ന് മറുരാജ്യത്ത് പോകണമോ, എല്ലാം കാണിച്ചു തരും. പ്രിയപ്പെട്ടവരെ, വാഗ്ദാന പേടകം ചുമക്കുന്ന പുരോഹിതന്മാർ എന്തു ചെയ്തു എന്നറിയാമോ? അതിനുശേഷം ആ ജോർദാൻ നദിയുടെ അടുത്ത് വന്ന് അവരുടെ കാൽപാദം തൊട്ടതേയുള്ളൂ. അപ്പോൾ തന്നെ ആ പ്രതിസന്ധി രണ്ടായി. ആ പ്രതിസന്ധികൾക്ക് മുമ്പിൽ ഒരു വഴികളുണ്ടായി. അതെഴുതിയിട്ടുണ്ട്. അതാണ് 3-ാം അധ്യായം 15-ാമത്തെ വാക്യം. വാഗ്ദാന പേടകം വഹിച്ചിരുന്നവർ ജോർദാൻ നദിയുടെ തീരത്തെത്തി. പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ ജലത്തെ സ്പർശിച്ചു. 16-ാമത്തെ വാക്യം, വെള്ളത്തിൻ്റെ ഒഴുക്ക് നിലച്ചു. അന്നേരം വരെ ഉണ്ടായിരുന്ന പ്രശ്നം അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ട പോലെ നിന്നു. വാഗ്ദാന പേടകം വഹിക്കുന്ന പുരോഹിതരുടെ പ്രാർത്ഥനയാണ് ഒരു വഴി തുറക്കാൻ കാരണമായത്, ഒരു വഴി തെളിഞ്ഞു കിട്ടാൻ കാരണമായത്. ചില പ്രശ്നങ്ങളുടെ ഒഴുക്കവിടെ നിലച്ചത്, ചില വെല്ലുവിളികളുടെ ഒഴുക്കവിടെ നിലച്ചത്. എന്ത് കാര്യത്തിലാണ് നിങ്ങൾ ഭാരപ്പെടുന്നത്? രോഗം മാറുന്നില്ലല്ലോ, കഷ്ടം മാറുന്നില്ലല്ലോ, പ്രതിസന്ധി മാറുന്നില്ലല്ലോ, ഭാരം മാറുന്നില്ലല്ലോ. വാഗ്ദാന പേടകം വഹിക്കുന്ന പുരോഹിതൻ്റെ പ്രാർത്ഥന മതി ആ പ്രശ്നങ്ങളുടെ ഒഴുക്ക് നിൽക്കാൻ, ആ പ്രതിസന്ധികളുടെ വരവ് നിൽക്കാൻ, അതിനകത്തൊരു വഴി രൂപപ്പെടാൻ. ഇന്നുവരെ പ്രശ്നമാണ്, പ്രതിസന്ധിയാണ് എന്ന് പറഞ്ഞ വിഷയം തന്നെ നിനക്ക് മുന്നോട്ട് പോകാനുള്ള വഴികളായി മാറും. ആ പ്രതിസന്ധിയിൽ തന്നെ ഒരു ഉത്തരവും ദൈവം കൊടുക്കാൻ തുടങ്ങും. ഇന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏതെങ്കിലും രാജ്യത്ത് പോകാൻ, ഒരു ജോലി കിട്ടാൻ, ഒരു വീട് പണിയാനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവരാണോ? നിങ്ങളും പ്രാർത്ഥിക്കുക. എന്നെ കേൾക്കുന്ന ഓരോരുത്തരും പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ളൊരു വഴിയെ തെളിച്ചു തരണമേ. വാഗ്ദാന പേടകം ആരേലും അല്ല വഴി കാണിച്ചു കൊടുത്തത്. വഴിയെ പോകുന്ന ഒരാളല്ല വഴി കാണിച്ചു കൊടുത്തത്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നടക്കുന്നവരല്ല. വാഗ്ദാന പേടകം ചുമക്കുന്ന പുരോഹിതന്മാരാണ് അത്ഭുതങ്ങളെ കൊണ്ടുവന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വാഗ്ദാന വചനങ്ങളെ വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന ഓരോരുത്തരിലൂടെയും നമുക്കുള്ള അനുഗ്രഹങ്ങളെ തെളിഞ്ഞു കിട്ടും. നമുക്കുള്ളൊരു ഉത്തരം തെളിഞ്ഞു